ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ സ്ട്രോബെറി വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലുള്ള ഒരു ഞെട്ടിയൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ഇതൊരു 4 പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ജ്യൂസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളത്. ചെറിയ ചെറുനാരങ്ങ ആണെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെള്ളമൊന്നും ചേർക്കാത്ത തന്നെ ഒന്നിങ്ങനെ അടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു സ്ട്രോബെറിയുടെതൊക്കെ അടിച്ചിട്ട് കിട്ടും കേട്ടോ, നല്ലൊരു പൾപ്പായിട്ട് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്ന തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ഇടുന്നില്ല, അല്ലാതെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറിയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെറുനാരങ്ങയും അതുപോലെ ആ ഒരു ഉപ്പിൻ്റെ മധുരത്തിൻ്റെ എല്ലാം കൂടി ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറിയുടെ ജ്യൂസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.